ഓപ്പണിംഗിൽ സഞ്ജു സാംസണും യശസ്വി ജയ്സ്വാളും വരണം. ക്രിക്കറ്റ് പ്രേമികൾ ഏറെ ആഗ്രഹിക്കുന്ന ഒന്നാണ് ഈ കോംബോ. വെടിക്കെട്ട് ബാറ്റർ രോഹിത് ശർമ്മ പടിയിറങ്ങുമ്പോൾ അതേ ശൈലിയിൽ കളിക്കുന്ന താരത്തെ പകരക്കാരനായി കൊണ്ടുവരണം. ഇത് തന്നെയാകും BCCIയുടെ പ്രധാന നേട്ടവും. ഇതിന് എന്തുകൊണ്ടും അനുയോജ്യമായത് സഞ്ജുവാണ്. അക്കാര്യത്തിൽ സംശയമില്ല. നന്നായി പുൾ ഷോട്ട് കളിക്കുന്ന സഞ്ജു സാംസൺ രോഹിത്തിന് എന്തുകൊണ്ടും പകരക്കാരനാകുന്ന താരമാണ്. അതേസമയം നിലവിൽ ഏകദിനത്തിൽ ബെഞ്ചിലുള്ള ഓപ്പണറായ യശസ്വി ജയ്സ്വാൾ വരുന്നതും ഇന്ത്യൻ ടീമിന് കരുത്താകും. 3-ാം നമ്പറിൽ ശുഭ്മാൻ ഗിൽ വരണം. മത്സരത്തെ വിജയത്തിലേക്ക് നയിക്കാനുള്ള ഗില്ലിന്റെ കഴിവ് മികച്ചതാണ്. 4-ാം നമ്പർ ജേഴ്സിയിൽ ശ്രേയസ് അയ്യർ തുടരുന്നത് ഉചിതമാകും. ഇന്ത്യൻ ക്രിക്കറ്റ് ടീം 2027 ഏകദിന ലോകകപ്പ് മുന്നിൽ കണ്ടുള്ള പടയൊരുക്കങ്ങൾ നടത്തുകയാണ്. ശുഭ്മാൻ ഗിൽ നായകനായുള്ള ഇന്ത്യൻ ടീമിനൊപ്പം ശക്തമായ താരനിരയുണ്ട്. വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും ഇന്ത്യൻ ജേഴ്സിയിൽ കളിക്കുന്ന അവസാന പരമ്പരയായി വരുന്ന ഏകദിന ലോകകപ്പ് മാറിയേക്കാം. ഇരുവരും ടെസ്റ്റും T20യും മതിയാക്കിയെങ്കിലും ഏകദിനത്തിൽ ഇപ്പോഴും തുടരുന്നത് ഏകദിന ലോകകപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ്. അടുത്ത വർഷത്തെ ലോകകപ്പിന് ശേഷം ഇന്ത്യൻ ഏകദിന ടീമിൽ കാര്യമായ മാറ്റങ്ങൾ ഉണ്ടായേക്കുമെന്നാണ് വിവരം. എന്നാൽ ആ സാധ്യതയ്ക്ക് മുന്നിലുള്ളത് സഞ്ജു സാംസൺ ആണെങ്കിലോ? രോഹിത് ശർമ്മയ്ക്ക് പകരം സഞ്ജു എത്തുന്നത് ഗുണം ചെയ്തേക്കുമെന്നതാണ് ഇന്ത്യൻ ക്രിക്കറ്റിന് പ്രതീക്ഷയേകുന്നത്. രോഹിത്തും വിരാട് കോഹ്ലിയും അടുത്ത വർഷത്തെ ലോകകപ്പോടെ വിരമിക്കുമെന്ന് ഉറപ്പാണ്. അതിനാൽ തന്നെ കാര്യമായ മാറ്റങ്ങൾ വരുത്താനുള്ള നീക്കം അണിയറയിൽ ഒരുങ്ങുന്നുണ്ട്. അങ്ങനെ ഒരു സാധ്യത 11 പരിചയപ്പെട്ടാലോ? 5-ാം നമ്പറിൽ KL രാഹുലാണ് വരേണ്ടത്. മധ്യനിരയിലെ ആക്രമണത്തിന് കടുപ്പമേറ്റാൻ രാഹുലിന് സാധിക്കും. ആക്രമിച്ചു കളിക്കാനുള്ള അദ്ദേഹത്തിന്റെ കഴിവ് ടീമിന് ഉപയോഗപ്പെടുത്താനുമാകും. 6-ാം നമ്പറിൽ ഹാർദിക് പാണ്ഡ്യയും 7-ാം നമ്പറിൽ നിതീഷ് കുമാർ റെഡ്ഡിയുമാണ് വരേണ്ടത്. അക്ഷർ പട്ടേലാണ് പിന്നീടുള്ള ഓപ്ഷൻ. 9-ാം നമ്പറിൽ മാനസ് സുധറിനെ കൊണ്ടുവരുന്നത് ഭാവിക്ക് ഗുണമാകും. ജസ്പ്രീത് ബുംറയും മുഹമ്മദ് സിറാജും തൊട്ടടുത്ത സ്ഥാനങ്ങളിൽ എത്തുമ്പോൾ ഇന്ത്യയുടെ ബൗളിംഗ് യൂണിറ്റും കരുത്തുറ്റതാകും. ഇന്ത്യക്ക് കിരീടത്തോടെ തന്നെ ഏകദിന ലോകകപ്പ് അവസാനിപ്പിക്കാൻ സാധിക്കുമെന്ന് കരുതാം. രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും അത്തരമൊരു രാജകീയ യാത്രയയപ്പ് തന്നെ അർഹിക്കുന്നുമുണ്ട്. എന്നാൽ 2027 ഏകദിന ലോകകപ്പിന് ശേഷം ഇന്ത്യയുടെ ഏകദിന ടീം എങ്ങനെയാകും? 2027 ഏകദിന ലോകകപ്പിന് ശേഷമുള്ള ഇന്ത്യയുടെ ബെസ്റ്റ് 11: സഞ്ജു സാംസൺ, യശസ്വി ജയ്സ്വാൾ, ശുഭ്മാൻ ഗിൽ, ശ്രേയസ് അയ്യർ, KL രാഹുൽ, ഹാർദിക് പാണ്ഡ്യ, നിതീഷ് കുമാർ റെഡ്ഡി, അക്ഷർ പട്ടേൽ, മാനവ് സുധർ, ജസ്പ്രീത് ബുംറ, മുഹമ്മദ് സിറാജ് അല്ലെങ്കിൽ ഹർഷിത് റാണ. 2027 ഏകദിന ലോകകപ്പിന് ശേഷം ഇന്ത്യയുടെ പുതിയ ഏകദിന 11 ടീമിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കും.